Hello friends, എല്ലാവർക്കും നമസ്കാരം. ഹെവൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും മൂന്നാർ തന്നെയാണ് കേട്ടോ ഉള്ളത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം, ഫുള്ള് തേയില ഒക്കെ പടന്ന് ഞങ്ങൾ തേയിലക്കാട്ടിനകത്തേക്ക് നിൽക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന തേയിലയുടെ ഈ ഇലകൾ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ചായപ്പൊടിയായിട്ട് ചായ ഇടാൻ പാകത്തിന് നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടുന്ന് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ഫാക്ടറിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ രീതികൾ, അതെല്ലാം നമുക്ക് നേരിട്ട് ഫാക്ടറിയിൽ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, ചായപ്പൊടി ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ തേയിലത്തോട്ടത്തിൽ നിൽക്കുന്ന തേയില ചെടികളുടെ തളിരിലകൾ നോക്കിയിട്ട് അത് തോട്ടം തൊഴിലാളികളെ കൊണ്ട് അത് ശേഖരിച്ച് ട്രക്കുകളിലാക്കി നേരെ ഫാക്ടറിയിലേക്ക് എത്തുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബാക്കി നമുക്ക് ഫാക്ടറിക്കകത്ത് പോയി കാണാം. നമ്മളങ്ങനെ തേയില ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാനൊരു ബോർഡൊക്കെ കാണാം, ടീ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്. ഫുള്ള് നല്ല തിരക്കാണ്, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, വരുമ്പം തന്നെ ഫസ്റ്റ് നമുക്കിത് ഇവിടെ ടൈമിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഫാക്ടറി വിസിറ്റ് ടൈമിങ്സ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. 9 o'clock സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 25 minutes ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ബാച്ചായിട്ട് കയറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫാക്ടറി ഫുള്ള് വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൈമാണത്. അപ്പോൾ 7:25 ക്ലോസ് ചെയ്യും. ഇവിടെയാണ് കേട്ടോ ഫാക്ടറിയുടെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇവിടെ വന്നൊരു ടിക്കറ്റ് എടുത്തിട്ട്, ഈ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ വന്നൊരു ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്തേക്ക് പോകേണ്ടത്. ഇവിടെ നല്ല തിരക്ക് കാണാം. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അഡൽട്സിന് 100 രൂപയാണ്, ചൈൽഡിന് 40 രൂപ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഓരോ ബാച്ചായിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. ഓരോ ബാച്ചായിട്ട് അകത്തോട്ട് കയറ്റി അവിടുന്ന് ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു ബ്രീഫിംഗ് കൊടുക്കും ഫസ്റ്റ് കയറുമ്പോൾ തന്നെ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രീഫിംഗ് കേട്ടിട്ട് അവർ ടി വിയിലൊരു ഇതും കാണിക്കുന്നുണ്ട്, സ്ലൈഡ് ഷോയും കാണിക്കുന്നുണ്ട്. അതും കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് അകത്ത് നടക്കുന്നതെന്ന്. ഒരു ബാച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ചിനെ കയറ്റി കൊടുത്തുള്ളൂ. ഇവിടുന്ന് ഓരോ ബാച്ച് ബേസിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അവർ കൊടുക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പറഞ്ഞ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. നമ്മൾ എൻട്രൻസ് വഴി ആദ്യം കയറി വരും. ഫസ്റ്റ് കാണുന്നത് കുറച്ച് ഒരു ഡിഷിനകത്ത് ഇങ്ങനെ തേയിലയുടെ ഇലകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്, ഫ്രഷ് ആയിട്ടുള്ള. ഞങ്ങളെത്തിയപ്പോഴത്തേക്കും ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊരു ടി വിയിൽ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കുന്നുണ്ട് ഈ ടീ പ്ലാന്റേഷനിൽ നിന്ന്, അതായത് തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില പറിച്ച് കൊണ്ടുവന്ന് ചാക്കിനകത്താക്കി അവരൊരു ട്രക്കിനകത്ത് കയറ്റി ഇവിടെ എത്തിച്ച് ഫാക്ടറിയിൽ എത്തിയതിന് ശേഷം അത് വാഷ് ചെയ്ത് പിന്നെ അത് ഡ്രൈ ചെയ്ത് മെഷീനിലൂടെ കയറ്റി എങ്ങനെയാണ് ടീ പൗഡറായി മാറുന്നതെന്ന്, ഈ കാണുന്ന പോലത്തെ പാക്കറ്റുകളായി മാറുന്നതെന്ന് നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് നമ്മളെ ഈ ഫാക്ടറി വിസിറ്റിന് കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്കും നമുക്കിത് കാണുമ്പം, ഈ മെഷീനറീസ് കാണുമ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ട പോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഇവരെ ക്ലാസ് നടക്കുന്ന ഏരിയയിൽ തന്നെ ഒരു ഷെൽഫിൽ ഇവരെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ഓരോ സാമ്പിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ് വഴി കയറി മേളിലേക്ക് വരുമ്പോഴാണ് നമുക്കിവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ക്ലാസ്സിനകത്തൂടെ ഇവരുടെ ആ മെഷീനറീസിൻ്റെ പ്രവർത്തന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷ ഇങ്ങനെയല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് മെഷീൻ്റെ അടുത്തൊക്കെ പോയി നല്ല ക്ലോസ് ആയിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ആൾറെഡി കണ്ടില്ല, ഗ്ലാസ്സിലൊക്കെ നല്ല സ്റ്റെയിനൊക്കെ ആയിട്ട് നല്ല ബ്ലറായിട്ടിരിക്കുക, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എന്തായാലും ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ഇലകൾ കൊണ്ടുവന്ന് അവർ വാഷ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആക്കി ഒരു ഡ്രയറിനകത്ത് കയറ്റി ഡ്രൈ ആക്കി എടുക്കും. ഡ്രൈ ആക്കി എടുത്തിട്ട് അതിൻ്റെ ജലാംശം എല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അതായത് ആ ഒരു ഫ്രഷ് ഇലയെ ചെറിയ ചൂട് കൊടുത്തൊന്ന് റെഡിയാക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അരച്ചൊന്ന് റെഡിയാക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഗ്രീൻ കളർ കണ്ടോ, അതിനകത്ത് നല്ല നീരാവി വരുന്നുണ്ടോ, ഈ ഗ്രീൻ കളർ ഈ ഒരു മെഷീനകത്തൂടെ കടത്തി വിടുമ്പോഴാണ് അതിനകത്തുള്ള, അതായത് ഇലയ്ക്കകത്തുള്ള ജലാംശം കൂടെ ഇത് അബ്സോർവ് ചെയ്തെടുത്തിട്ട് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ തേയിലച്ചെടികളുടെ ഇലകൾ കൊണ്ടുവന്നിട്ട് അത് ക്ലീൻ ചെയ്ത് അതൊന്ന് അരച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്ത് അത് ഈ മെഷീനകത്തൂടെ കടത്തി വിടുമ്പോൾ കറക്റ്റായിട്ട് അത് ഡ്രൈ ആവുന്നു. ആ ചൂടടിച്ച് ഡ്രൈ ആയി അതിൻ്റെ ജലാംശം എല്ലാം നഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും ഒരു പൊടി പോലെ പൗഡർ രൂപത്തിലാകും. എന്നാലും അത്ര ഇതാവത്തില്ല, അത് ഒത്തിരി ഈ കാണുന്ന സിലിണ്ടർ പോലുള്ള മെഷീനകത്തൂടെ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഈ ഒരു സിലിണ്ടർ പോലെ കാണുന്നില്ലേ, ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ട് റൗണ്ട് ചെയ്യുന്നുണ്ട്, സ്ലോലി ഇത് റൗണ്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ തേയിലപ്പൊടി കിടന്ന് നല്ല രീതിക്ക് ഡ്രൈ ആവും.
ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇത് പല സൈസിലായിരിക്കും. ആ സൈസ് സോർട്ട് ചെയ്യുന്നതാണ്. നമുക്കിവിടെ കാണാൻ ഒരു മിഷൻ്റെ കണ്ടോ, അതൊന്ന് വൈബ്രേറ്റ് ആവുന്നുണ്ട്. ആ വൈബ്രേറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോർട്ടിംഗ് ആണ് നടക്കുന്നത് ഇവിടെ. അതായത് പല വലിപ്പത്തിലുള്ള ചെറിയ പൊടി തേയിലയും ഉണ്ടാവും, കുറച്ച് വലുതും ഉണ്ടാവും, തരിയും ഉണ്ടാവും, അങ്ങനെ പല വലിപ്പത്തിലുള്ളതുണ്ട്. അപ്പോൾ അതിനെ സോർട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതുവഴി ചെയ്യുന്നത്. നമ്മൾ കൈകൊണ്ട് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്നതിന് പകരം ഇത് മെഷീൻ വെച്ച് കണ്ടില്ലേ വൈബ്രേറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ പൊടി അതിൻ്റെ താഴെ തന്നെ പോകുന്നുണ്ട്, വേറൊരു സൈഡിലേക്ക് തരിത്തയില വേറൊരു സൈഡിലേക്ക് മാറുന്നുണ്ട്. ഇത് കണ്ടില്ലേ 2 സെക്ഷനായിട്ട് ഇത് മാറി പോകുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷനറീസിലൂടെ കടന്നു പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്ത് ചൂട് ഇതിന് കൂടുതൽ കൊടുത്ത് അതിനെ ഡ്രൈ ആക്കി ഒരു പൗഡർ രൂപത്തിലാക്കി അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ അവരെന്താ പറയുന്നത് അവർ ജലാംശം എല്ലാം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് പൗഡർ രൂപത്തിലായത് കണ്ടില്ലേ വരുന്നത്. ലാസ്റ്റ് ഇത് ഫൈനൽ പ്രോഡക്റ്റാണ് ഇത് വരുന്നത്. നമ്മൾ കണ്ട പോലെ ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഇത് ഇവിടെയാണ് എൻഡ് ആവുന്നത്. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഈ ഒരു ബെൽറ്റിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് കാണാം ഓരോ സെക്ഷനായിട്ട് ഒരു 3-4 സെക്ഷനായിട്ട് തേയില ഔട്ട് വരുന്നുണ്ട്. അപ്പം അത് ഇതുപോലുള്ള പാക്കറ്റുകളിലാക്കി അവർ കളക്ട് ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് ഈ സൈഡിലേക്ക് വെക്കുക ചെയ്യുന്നത് കണ്ടില്ലേ. ഇതിനകത്ത് നിന്ന് ഔട്ട് വരുന്ന ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ രീതിയിൽ, അതായത് ഓരോ സൈസിലുള്ള തേയിലയാണ് വരുന്നത്. തീരെ പൊടിയായിട്ടുള്ളതും പിന്നെ തരിയായിട്ടുള്ളതും പിന്നെ അതിനൊക്കെ കുറച്ചുകൂടെ വലിയ സൈസ്, അങ്ങനെ ഓരോ സൈസിലുള്ളത് സോർട്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് ഇവിടെ വന്ന് ഇത് പാക്കറ്റുകളാക്കി ഇവിടെ വെക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ മിഷനറീസ് ഒക്കെ കണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഈ സോർട്ടിങ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് സാമ്പിൾസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പൗഡർ തൊട്ട് അത്യാവശ്യം വലിയ തരികളായിട്ടുള്ള തേയില വരെ ഇവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഇതാണ് സോർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത് ഇവർ പാക്കറ്റുകളിലാക്കി പല സെക്ഷനാക്കി ഇങ്ങനെ മാറ്റി വെക്കും. ഇവിടുന്ന് പിന്നെ ഇത് പാക്ക് ചെയ്ത് ഓർഡർ അനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എന്തായാലും ഞങ്ങൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏകദേശം എന്താണെന്നൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫാക്ടറി കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല ബഹളവും നല്ല തിരക്കും കാണാം കേട്ടോ. എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ അവിടെ ചായ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ ടീ ഫാക്ടറിയിൽ നിന്ന് തന്നെ അവർ ചായ കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടല്ല, അത് 10 രൂപയാണ് ചായക്ക്. ആ ചായ കുടിക്കാനുള്ള തിരക്കാട്ടോ കാണുന്നത്. ഞങ്ങളൊരു ചായ പിടിച്ച് കുടിക്കാമെന്ന് കരുതി ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് ടീ പൗഡറൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലുള്ള ഒരു ഔട്ട്ലെറ്റ്. അതൊന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് കരുതി. അവിടെയും കയറിയപ്പോൾ നല്ല തിരക്ക് കേട്ടോ. ഒരുപാട് വെറൈറ്റി തേയിലകളുണ്ട് ഇവിടെ. ലൈം ടീ ആയാലും അതുപോലെ തന്നെ റിപ്പിളിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. അത് കട്ടൻ ചായക്ക് ഉപയോഗിക്കുന്നതായാലും നമുക്ക് നോർമലുള്ള ടീക്ക് ഉപയോഗിക്കുന്നതായാലും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കോഫി പൗഡർ ഉണ്ട് കേട്ടോ. ഇവരുടെ കമ്പനിയുടെ തന്നെ കോഫി പൗഡർ ഇവരിവിടെ വെച്ചിട്ടുണ്ട്. വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ച ഒരാളെ ഞാൻ അങ്ങോട്ട് ചായ മേടിക്കാൻ പറഞ്ഞു വിട്ടിയാൽ ഭയങ്കര തിരക്കാട്ടോ. അവിടെ ചെന്ന് ഉന്തും തള്ളുമൊക്കെ പെട്ട് ചായയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവിടുന്ന് ഇതുവരെ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം വന്നത് ഈ ഒരു ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇവിടെ വന്നിട്ട് അവിടെ പോയി ഇടി ഉണ്ടാക്കി, അവിടെ കാണിച്ചു കൊടുത്തേ, അവിടെ പോയി ഇടി ഉണ്ടാക്കി ക്യൂ നിന്ന് ചായ കുടിച്ച ദിവസം ക്യൂ നിന്ന് കിട്ടിയ ചായയാണ് കേട്ടോ. ഒരു കമ്പൊക്കെ ഇട്ടിട്ടുണ്ട് പഞ്ചസാര കലക്കാനായിട്ട്. പക്ഷേ തണുപ്പത്ത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ചായ. ഞങ്ങൾ തേയിലയൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തായാലും കൊണ്ടുപോയി നോക്കാം. വീട്ടിൽ ടേസ്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, വെജിറ്റബിൾസിൻ്റെ ഒക്കെ. ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇവിടുന്ന് തന്നെ വിളവെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ക്യാബേജ് ഒക്കെ കാണാം നമുക്ക്. ചേട്ടാ ഇത് മൂന്നാർ തന്നെ പ്രൊഡക്ഷൻ ആണോ? ഈ ഫാക്ടറിയുടെ മുമ്പിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ മാട്ടുപ്പെട്ടി ഡയറക്ഷൻ പോയി കഴിഞ്ഞാൽ ഒരു ഫാം ഉണ്ട് ഇവർക്ക്. ആ ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം. അവിടെ തന്നെ കൃഷി ചെയ്ത് അവിടെ നിന്ന് തന്നെ വിളവെടുത്ത് കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ഒരു പ്രൈസ് ലിസ്റ്റിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോന്നിൻ്റെ വില. പാഷൻ ഫ്രൂട്ട്, ഗോവ, ഓറഞ്ച്, ആപ്പിൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഈ സ്റ്റോറിനകത്ത് കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ. ക്വാണ്ടിറ്റി വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇവർ സെയിൽ ചെയ്യുന്നുള്ളതെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഇന്ന് വിളവെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ന് 2 ദിവസത്തിനുള്ളിൽ വിളവെടുക്കുന്ന സാധനങ്ങൾ മാത്രം കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നു. ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ടിന് ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്തായാലും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, KDHP ഗ്രീൻസ് ഫാം വിസിറ്റ് എന്ന് പറഞ്ഞ്. ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്ററിനകത്തേ ഉള്ളൂ പോകാനായിട്ട്. പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫുൾ ഫാമെല്ലാം വിസിറ്റ് ചെയ്യാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസും ചെയ്യാം ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ്.
ഞങ്ങളിത് അങ്ങനെ ടീ ഫാക്ടറിയെ കണ്ട് ചെറിയൊരു പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഒരുപാട് ലേറ്റ് ആക്കാതെ മഴയ്ക്ക് മുമ്പേ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്